അവർ ആ വീടിന് മുന്നിൽ വന്നിട്ട് താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ വാതിൽ ഒരു വിധത്തിലും തുറക്കുന്നില്ല. കാരണം പ്രേതം അകത്തുനിന്ന് വീട് കുറ്റിയിട്ട് കളഞ്ഞു. എന്നാൽ ആദിത്യന്റെ മകൻ ഒരു കല്ലെടുത്ത് ഒരു ഗ്ലാസ് ജനൽ അങ്ങ് പൊട്ടിക്കുന്നു. അങ്ങനെ അവർക്ക് വീടിനകത്ത് കയറാൻ കഴിയുന്നു. ആ വലിയ വീടിനകത്തെ സൗകര്യങ്ങൾ കാണുന്ന അവർക്ക് ആ വീട് അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. ആദിത്യന്റെ മകനും ആ വീട് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവർ ആ വീട് റെന്റിനെടുക്കാനുള്ള എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം തന്നെ ആദിത്യൻ തന്റെ ജോലിക്ക് പോകുന്നു. അവരെ ആ വീടിൽ തനിച്ചാക്കിയിട്ടാണ് പോകുന്നത്. മകനെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലും ചേർക്കുന്നു. മകന്റെ പേര് ബെങ്കു എന്നാണ് കേട്ടോ. മകൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ അവൻ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മേ, എല്ലാവരും പറയുന്നു ഈ വീടിനകത്ത് പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്നൊക്കെ. ഇത് കേട്ട അമ്മ അവന്റെ അടുത്ത് പറയുകയാണ്, അതൊക്കെ ചുമ്മാ പറയുന്നതാടാ. ഇവിടെ പ്രേതമൊന്നും ഈ ലോകത്തില്ല. ആകെ മൊത്തമുള്ളത് ഏഞ്ചലാണ്. ദൈവം കഴിഞ്ഞാൽ ഏഞ്ചൽ മാത്രമേ ഉള്ളൂ. രാത്രിയിൽ അമ്മയോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന ബംഗു എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നേരെ താഴെ വന്ന് ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.